ഇത് നമ്മൾ ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്ക് ബാധിക്കുന്ന ഒരു പ്രധാന അവയവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ണ്. അപ്പോൾ ആർത്രൈറ്റിസ് കണ്ണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും കണ്ണിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പലതരത്തിലുണ്ട്. ഒന്ന് കണ്ണിൻ്റെ പാടയായ കൺജക്റ്റിവയിലും കോർണിയയിലും റെറ്റിന തൊട്ട് കണ്ണിൻ്റെ എല്ലാ അകത്ത് തൊട്ട് പുറത്തു വരെയുള്ള എല്ലാ ലെയേഴ്സിനും എല്ലാ പാളികൾക്കും വാതരോഗത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് ഡ്രൈ ഐ ആണ്. അതായത് സിക്ക എന്ന് പറയും ഡ്രൈ ഐ, അതായത് കണ്ണുനീര് കുറയുന്ന രോഗാവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജോഗ്രൻ സിൻഡ്രോം എന്നൊക്കെ പറയും. അതിൽ കണ്ണിൽ പൊടിയിട്ട പോലെ വരാം. ആദ്യത്തെ ലക്ഷണം ജോഗ്രൻ സിൻഡ്രോമിൻ്റെ ആദ്യത്തെ ലക്ഷണമായിരിക്കും കണ്ണിൽ പൊടിയിട്ട പോലെ, രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്, കണ്ണിൽ പീളയടിയുന്നു. ഇതാണ് ഈ ജോഗ്രൻ സിൻഡ്രോമിൻ്റെ അല്ലെങ്കിൽ ഈ കണ്ണ് ഡ്രൈ ആയതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണം. ഇത് ഏതൊക്കെ അസുഖത്തിൽ വരാം? ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, എല്ലാ വാതരോഗങ്ങളും ഇത് വരാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആദ്യമായിട്ട് ജോഗ്രൻ സിൻഡ്രോം, നേരത്തെ SLE, സ്ക്ലിറോഡെർമ, ഇതിലെല്ലാം തന്നെ കണ്ണുനീർ ഗ്രന്ഥികളെ ബാധിക്കുക. അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥികളെ ബാധിച്ച് കണ്ണ് ഡ്രൈ ആകുന്നത് വാതരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പലപ്പോഴും രോഗികൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുള്ള പേഷ്യൻസൊക്കെ പലപ്പോഴും പറയും, ഡോക്ടറെ ഈ മരുന്ന് കഴിച്ചിട്ടാണ് എൻ്റെ കണ്ണുനീര് പറ്റിയത്. ഒരിക്കലും അല്ല. മരുന്നും കണ്ണുനീരുമായിട്ട് ബന്ധമില്ല. പലപ്പോഴും ഈ രോഗത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് കണ്ണിന് ഡ്രൈനസ് വരുന്നത്. രണ്ടാമത് കണ്ണിന് ഡ്രൈനസ് ആണ് ഏറ്റവും കോമൺ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കണ്ണിന് ചുവപ്പ് വരും. കണ്ണിന് ചുവപ്പ് വരുന്ന സ്ക്ലിറൈറ്റിസ് എന്നൊക്കെ പറയുന്ന ചെറിയ രോഗാവസ്ഥയിലാണ്. ഇത് സാധാരണ കാണുന്നത് പല റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെയോ അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ടാണ്. ഈ പറയാനുള്ള കാര്യം എന്തിനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആർത്രൈറ്റിസിനും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും മരുന്ന് കഴിക്കുന്നവർ പെട്ടെന്ന് കണ്ണിന് ചുവപ്പ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണണം. കാരണം ഇവർക്ക് സ്ക്ലിറൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കാനുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു അസുഖമാണ് സ്പോണ്ടൈലോ ആർത്രോപ്പതി. ഈ സ്പോണ്ടൈലോ ആർത്രോപ്പതിയിൽ എന്താ സംഭവിക്കുന്നത്? കണ്ണിന് ചുവപ്പ് വരും, കണ്ണിന് വേദനയും വരും, കണ്ണിന് കാഴ്ചക്കുറവും വരും. അതിനാണ് യുവിഐറ്റിസ് എന്ന് പറയും. യുവിഐറ്റിസ് എന്താ പറയുന്നത്? കണ്ണിൽ പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായ വേദന വരും. വേദന വന്നിട്ട് കണ്ണിന് കാഴ്ചക്കുറവ് വരും. അത് 3, 4, 5 ദിവസം കഴിഞ്ഞ് പതുക്കെ കുറഞ്ഞു വരും. ഇതാണ് യുവിഐറ്റിസ് എന്ന് വിളിക്കുന്നത്. യുവിഐറ്റിസ് സാധാരണ കാണുന്നത് നമുക്കറിയാം സ്പോണ്ടൈലോ ആർത്രോപ്പതി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് ഈ പുറയിലുള്ള റെറ്റിന പോലെയുള്ള അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് പോലെയുള്ള ഞരമ്പുകളെ ബാധിക്കുന്ന വാതരോഗങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വാസ്കുലൈറ്റിസ്, രക്തക്കൊള്ളിൽ നീർവീഴ്ച വരുന്ന അസുഖങ്ങളാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് 2 സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഒന്ന്, കണ്ണിന് കരികരിപ്പോ കണ്ണിന് ചുവപ്പോ അല്ലെങ്കിൽ കണ്ണിന് വേദനയും കാഴ്ചക്കുറവോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റിനെ കാണുമ്പോൾ പലപ്പോഴും ഈ അസുഖത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ വാതരോഗം വന്ന് കാണത്തില്ല, അത് സന്ധികൾക്ക് വേദനയോ അല്ലെങ്കിൽ സന്ധികൾക്ക് നീർക്കെട്ടോ ഒന്നും വന്ന് കാണത്തില്ല മുമ്പ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ആദ്യത്തെ ലക്ഷണമാണെന്ന് പലപ്പോഴും ഒഫ്താൽമോളജി ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഡോക്ടറെ കാണണം. എന്തുകൊണ്ടാണ് കാണേണ്ടത്? ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം വന്നിട്ടുള്ള കണ്ണിന് ചുവപ്പും കാഴ്ചക്കുറവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി റെക്കർ ചെയ്യും, വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് കണ്ണിൻ്റെ കാഴ്ചയും കണ്ണിൽ പ്രഷർ കൂടാനും കണ്ണിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ണിലെ സിംറ്റംസ് ആണ് ഇതിലുള്ള ഒരു ചൂണ്ടുപലക. ഇന്ന അസുഖം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ കഴിയുന്നത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചോളൂ എന്നുള്ള ചൂണ്ടുപലകയാണിത്. അതാണ് ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ കണ്ണിന് നീർക്കെട്ടും ചുവപ്പും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആർത്രൈറ്റിസിൻ്റെ കണ്ണിനെ ബാധിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡോക്ടറെ കണ്ണിന് പ്രശ്നം പോയി ഡോക്ടറെ കാണാൻ പോയെങ്കിൽ എന്താണ് അസുഖമെന്ന് അതൊന്ന് എഴുതി മേടിക്കുക. കണ്ണിന് ഡ്രൈനസ് ആണോ, എപ്പിസ്ക്ലറൈറ്റിസ് ആണോ, യുവിഐറ്റിസ് ആണോ എന്ന് എഴുതി മേടിക്കുക. അത് എഴുതി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മരുന്നുകൾ പലപ്പോഴും ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും.